This video, I am going to discuss about various shaper operations and various work holding devices in shaper. Various shaper operations. See, various shaper operations are machining horizontal surface, machining vertical surface, machining angular surface, machining dovetail groove, machining V-block, machining a tongue and groove arrangement, machining external keyway, machining internal keyway, machining T-slot, machining spline or cutting gear, machining irregular surface. So, ഇത്രയാണ് വേരിയസ് മെഷീനിങ് ഓപ്പറേഷൻസ് ഷേപ്പറുകൾ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിക്കാറില്ല സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിൽ. ഇത്രയൊന്നും ഓർത്ത് വെച്ചാൽ മതി. അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഹൊറിസോണ്ടൽ സർഫസ് മെഷീൻ ചെയ്യുന്നത്, എങ്ങനെയാണ് വെർട്ടിക്കൽ സർഫസ് മെഷീൻ ചെയ്യുന്നത്, ആംഗുലാർ സർഫസ് എങ്ങനെയാണ് മെഷീൻ ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി എക്സാമിന് സാധാരണ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല തൽക്കാലത്തേക്ക്. സോ ഐ മൂവ് ടു വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഇൻ എ ഷേപ്പർ. ഷേപ്പറിൽ യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. സി മെയിനായിട്ട് ഷേപ്പറിൽ 3 വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് മെഷീൻ വൈസ്, രണ്ടാമത് ബോൾട്ട് ആൻഡ് ക്ലാമ്പ്, മൂന്നാമത് ദർ ഈസ് സം വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ holding round work pieces. അപ്പോൾ ഇത് മൂന്നുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ മെഷീൻ വൈസ്, സെക്കൻഡ് വൺ ക്ലാമ്പ് ആൻഡ് ബോൾട്ട്, തേർഡ് വൺ വർക്ക് ഓൺ ഡിവൈസസ് വിച്ച് ഈസ് യൂസ് ടു ഹോൾഡ് cylindrical work piece. So first one machine wise. See, machine wise means the vise which is used in machine is known as machine vise. All machine vise have two parallel locating surface. One is fixed and other one is moving by rotating the handle. There are 3 classifications for machine vise. 3 classification ആണ് machine vise ഉള്ളത്. First one plain vise or standard vise. Second one swirl vise. Third one universal vise. So 3 classification ആണ് വൈസിലുള്ളത്. So first one എന്ന് പറയുന്നത് standard vise ആണ്, which cannot be rotated, which is most widely used in a standard shaper. 3 classification ആണ് വൈസിലുള്ളത്. സ്റ്റാൻഡേർഡ് വൈസ്, സ്യുവൽ വൈസ്, ദെൻ വി ഹാവ് യൂണിവേഴ്സൽ വൈസ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് വൈസ് എന്ന് പറയുന്നത് സാധാരണ കോമൺലി ഷേപ്പറിൽ യൂസ് ചെയ്യുന്ന വൈസാണ് സ്റ്റാൻഡേർഡ് വൈസ്, വിച്ച് കനോട്ട് ബി റൊട്ടേറ്റഡ്. രണ്ടാമതാണ് സ്യുവൽ വൈസ്. സി ദിസ് ദ ഫിഗർ ഓഫ് സ്യുവൽ വൈസ്. സ്യുവൽ വൈസ് ഈസ് മൗണ്ടഡ് ഇൻ എ സ്യുവൽ പ്ലേറ്റ്. സോ ഇതാണ് വൈസ്. വൈസിൻ്റെ ഫിക്സഡ് ജോ ആണ്, മൂവബിൾ ജോ ആണ്. ഈ മൂവബിൾ ജോവും ഫിക്സഡ് ജോ ഒക്കെ ഒരു സ്യുവൽ പ്ലേറ്റിൻ്റെ മുകളിലാണ് മൗണ്ട് ചെയ്തിട്ടുണ്ടാകും. ഇൻ സ്യുവൽ പ്ലേറ്റ് ഗ്രാജുവേഷൻസ് ആർ പ്രൊവൈഡഡ്. സോ ദിസ് ടോപ്പ് പോർഷൻ ക്യാൻ ബി റൊട്ടേറ്റഡ് ഓവർ ദി സ്യുവൽ പ്ലേറ്റ്. ഈ ഒരു ടോപ്പ് പോർഷനാണ് ഈ സ്യുവൽ പ്ലേറ്റിൻ്റെ മുകളിൽ ഐദർ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ആംഗിളിൽ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സ്യുവൽ പ്ലേറ്റ്. സോ ഇൻ ദ കേസ് ഓഫ് സ്യുവൽ പ്ലേറ്റ് the vise can be rotated or swirl in either direction. And third one is universal vise. So universal vise means most commonly tool rooms use ചെയ്യുന്നതാണ് universal vise എന്ന് പറയുന്നത്. So in this vise can be lifted in slot down. ഈ slotted ആവിലൂടെ വൈസിനെ എന്ത് ചെയ്യാൻ പറ്റും, ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. So this is the vise. One end is hinged and other end that can be lifted through the slotted arm. So that is a characteristic of a universal vise. അപ്പോൾ 3 ക്ലാസിഫിക്കേഷൻ ആണ് ഷേപ്പറിൽ യൂസ് ചെയ്യുന്ന വൈസിലുള്ളത്. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് വൈസ്, സെക്കൻഡ് വൺ സ്യുവൽ വൈസ്, തേർഡ് വൺ യൂണിവേഴ്സൽ വൈസ്. സെക്കൻഡ് മെത്തേഡാണ് ടു ഹോൾഡ് ദ ജോബ് യൂസിങ് ബോൾട്ട് ആൻഡ് ക്ലാമ്പ്. ബോൾട്ടും ക്ലാമ്പും വെച്ചിട്ട് മെഷീൻ്റെ ടേബിളിൻ്റെ മുകളിൽ ക്ലാമ്പ് ചെയ്യും. സോ ദിസ് ഈസ് എ ഫിഗർ. See, the shaper machine table have T-slots are provided. So what's the purpose of that T-slot is, which is used for clamping the workpiece by using bolt and clamp. So here T-headed bolt ആണ് യൂസ് ചെയ്യുന്നത്. ഈ T-headed ബോൾട്ടിനെ മെഷീൻ്റെ ടേബിളിൻ്റെ ഉള്ള T-slotലേക്ക് ഇൻസേർട്ട് ചെയ്യും. And we are using strap clamp. One end of the strap clamp that is placed over the workpiece and other end a supporting block. So when this bolt is rotating, clamping force will exert over the workpiece. ഇപ്പോൾ ഈ ഒരു കേസിൽ T
ഹെഡ് ബോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ടി ഹെഡ് ടി സ്ലോട്ടിൽ എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും. സ്ട്രാപ്പ് ക്ലാമ്പാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രാപ്പ് ക്ലാമ്പിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്ന വർക്ക് പീസിൻ്റെ മുകളിലും മറ്റേ എൻഡ് സപ്പോർട്ട് ബ്ലോക്കിൻ്റെ മുകളിലായിരിക്കും. സോ ക്ലാമ്പിംഗ് ഫോഴ്സ് കൊടുക്കുന്നത് ഈ നട്ട് എക്സ്റ്റേണൽ നട്ട് റൊട്ടേറ്റ് ചെയ്യാണ്. സോ എക്സ്റ്റേണൽ നട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രാപ്പ് ക്ലാമ്പ് വർക്ക് പീസിൻ്റെ മുകളിൽ ക്ലാമ്പിംഗ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. വർക്ക് പീസ് വിൽ ബി ഹെൽഡ് അഗെയിൻസ്റ്റ് ദി മെഷീൻ ടേബിൾ. സോ ഇതിൽ മെഷീൻ ടേബിളാണ് ലൊക്കേറ്റിംഗ് സർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റൗണ്ട് വർക്ക് പീസിനെ ക്ലാമ്പ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് റൗണ്ട് വർക്ക് പീസിനെ ക്ലാമ്പ് ചെയ്യുന്നത്? സോ റൗണ്ട് വർക്ക് പീസ് ക്യാൻ ബി ഹെൽഡ് യൂസിങ് വെഡ്ജ് ബ്ലോക്ക് ഓർ വി ബ്ലോക്ക്. വെഡ്ജ് ബ്ലോക്കോ അല്ലെങ്കിൽ വി ബ്ലോക്കോ ഉപയോഗിച്ചിട്ടാണ് റൗണ്ട് വർക്ക് പീസിനെ ക്ലാമ്പ് ചെയ്യുന്നത്. സോ ഇത് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് വെഡ്ജ് ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് ഒരു റൗണ്ട് വർക്ക് പീസിനെ ക്ലാമ്പ് ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ദിസ് വൺ ഈസ് ഹൗ വി ക്യാൻ ക്ലാമ്പ് ദി റൗണ്ട് വർക്ക് പീസ് യൂസിങ് വി ബ്ലോക്ക്. ഇതാണ് വി ബ്ലോക്ക്. ഹിയർ ഈസ് എ ക്ലാമ്പ് ഈസ് ദ രണ്ട് ടീ ബോൾട്ടുകളുണ്ട്. ടീ ബോൾട്ടുകൾ എക്സ്റ്റേണൽ നട്ട് വെച്ച് ക്ലാമ്പ് ടൈറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു രണ്ട് എക്സ്റ്റേണൽ നട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്ലാമ്പ് എന്ത് ചെയ്യും, വർക്ക് പീസിന് മുകളിൽ ക്ലാമ്പിംഗ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഇതാണ് വി ബ്ലോക്കിൻ്റെ ലൊക്കേറ്റിംഗ് സർഫേസ് എന്ന് പറയുന്നത്. സോ ദ സിലിണ്ടർ റൗണ്ട് വർക്ക് പീസ് ദാറ്റ് ഈസ് ഹെൽഡ് എഗെയിൻസ്റ്റ് ദി ലൊക്കേറ്റിംഗ് സർഫേസ്. ഇതിൽ കുറച്ചും കൂടി നോട്ട്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഒരു 3 മെത്തേഡ് നിങ്ങൾ പഠിച്ച് 3 വർക്ക് ഹോൾഡിംഗ് മെത്തേഡ്സ് പഠിച്ചാൽ മതി. ഓക്കെ. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെഷീൻ വൈസ്. അതിൽ 3 ക്ലാസിഫിക്കേഷൻ: സ്റ്റാൻഡേർഡ് വൈസ്, സ്യൂവലിംഗ് വൈസ്, യൂണിവേഴ്സൽ സൈസ് വൈസ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബൈ യൂസിങ് ബോൾട്ട് ആൻഡ് ക്ലാമ്പ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റൗണ്ട് വർക്ക് പീസിനെ ക്ലാമ്പ് ചെയ്യാൻ വേണ്ടി വെഡ്ജ് ക്ലാമ്പ് അല്ലെങ്കിൽ വി ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് റൗണ്ട് വർക്ക് പീസിനെ ക്ലാമ്പ് ചെയ്യാം മെഷീൻ വൈസ് ഷേപ്പറിൽ. സോ ദീസ് ആർ ദ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഇൻ എ ഷേപ്പർ. ഓക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് വേരിയസ് മെഷീനിങ് ഓപ്പറേഷൻസ് ഇൻ ഷേപ്പറും അതേപോലെ തന്നെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഇൻ ഷേപ്പറുമാണ്. ഓക്കെ. താങ്ക് യു.